എൻ്റെ പേര് നിഷാൽ. എനിക്കിപ്പം ഏകദേശം 25 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. നാട്ടിലെ മിക്ക ആൺകുട്ടികളെയും പോലെ തന്നെ എനിക്കിപ്പോൾ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. പഠിത്തം കഴിഞ്ഞ് PSCയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നു. പിന്നെ എനിക്ക് താഴെയുള്ളത് ഒരു അനുജനാണ്. അവന് ജോലിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവനാണ് കുടുംബം നോക്കുന്നതെല്ലാം. ഞാൻ കുടുംബത്തിലെ ഒരു പാഴാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ ഉച്ചയ്ക്കത്തെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ ഒരു സുഖനിദ്യയ്ക്ക് വേണ്ടിയിട്ട് കിടന്നുറങ്ങിയതായിരുന്നു. ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ മഴ പെയ്യുന്നുമില്ല. എനിക്കെപ്പോഴും മൂടിക്കെട്ടിയ കാലാവസ്ഥ വല്ലാണ്ട് ഇഷ്ടമാണ്. ഞാൻ കട്ടിലിൽ കിടന്ന് ഒന്ന് മയങ്ങി വന്നതായിരുന്നു. ആ സമയത്തായിരുന്നു അമ്മയുടെ വിളി. ചെറുക്ക, കിടന്നുറങ്ങാതെ പോയി പാല് വാങ്ങിച്ചോണ്ട് വാ. പാല് കൊണ്ടുവന്നാൽ നിനക്ക് ചായ ഇട്ടുതരും, ഇല്ലെങ്കിൽ തരത്തില്ല കേട്ടോ എന്നായിരുന്നു അമ്മയുടെ വാദം. ഞാൻ മെല്ലെ എഴുന്നേറ്റ് ചോറ്റുപാത്രം കയ്യിലെടുത്തു. എനിക്കാണെങ്കിൽ ഒരു മനസ്സോടെയാണ് പോകുന്നത്. നല്ല ഉച്ചമയക്കത്തിൽ കിടന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു ബുദ്ധിമുട്ടിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പുറത്ത് നല്ല മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും മഴ പെയ്യത്തില്ലായിരിക്കും. ഞാൻ മെല്ലെ സ്ഥിരം പാല് വാങ്ങുന്ന ആ വീട്ടിലേക്ക് നടന്നു. അവിടെയാണെങ്കിൽ ഒരു അമ്മൂമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മൂമ്മയ്ക്ക് അധികം വയസ്സായി, നടക്കാനൊന്നും കഴിയില്ല. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ആ കാർമേഘങ്ങൾക്കിടയിലാണെങ്കിൽ മിന്നലും ഇടിയും എല്ലാം പെയ്യാൻ തുടങ്ങി. ഞാൻ വഴിയിൽ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയം തന്നെ മുഴുവൻ നനഞ്ഞിരുന്നു. നന്നായിട്ടുള്ള മഴയും കാര്യങ്ങളായതുകൊണ്ട് ഓടിക്കയറാൻ ഒരു പ്ലേസും ഇല്ല. അങ്ങനെ ഞാൻ ഓടി വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ടൈമിലായിരുന്നു ഒരു കാഴ്ച കണ്ടത്. ഒരു ചുരിദാറിട്ട സ്ത്രീ, ഏകദേശം ഒരു 35 വയസ്സൊക്കെ തോന്നിക്കും. അവർ എന്നെ പോലെ തന്നെ ശക്തിയായിട്ട് ഓടി ആ അമ്മമ്മയുടെ വീട്ടിലേക്ക് ഓടിക്കയറാൻ പോവുകയാണ്. ഞാനും ഒട്ടും മടിച്ചില്ല, അവർക്കൊപ്പം തന്നെ ഓടിപ്പിടിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെന്ന് കയറുന്നത് ആ ഒരു അമ്മമ്മയുടെ വീട്ടിലേക്കാണ്. ഓടി വന്ന ആ ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു ഞാനും ആ ഒരു സ്ത്രീയും കൂടെ ആ ഒരു ഉമ്മറത്തേക്ക് കയറിയിരുന്നു. രണ്ടുപേരും നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ തൊട്ട് ഓപ്പോസിറ്റാണ് ഇരിക്കുന്നതെങ്കിലും ഞാൻ ആ സ്ത്രീയെ ഒന്ന് നോക്കി. ഇരുനിറമാണ്, അത്യാവശ്യം വണ്ണമുണ്ട്. പിന്നെ നോക്കിയാൽ അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു മഴയത്താണെങ്കിൽ അത്യാവശ്യം ഒലിച്ചിറങ്ങിയിട്ടുമുണ്ട്. അതാണ് പെട്ടെന്ന് ആ ഇരുനിറം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ചുണ്ടിലാണെങ്കിൽ ചെറുതായിട്ട് ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിലും അവരുടെ നെറ്റിയിലെ ആ സിന്ദൂരക്കുറിയാണ് അവരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ് എനിക്ക് തോന്നിയത്. അതാണ് കുറച്ച് സമയം ഞാനിങ്ങനെ നോക്കി നിന്നത്. പെട്ടെന്ന് അവർ എഴുന്നേറ്റിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ആ സമയം ഞാൻ ഈ ചോറ്റുപാത്രം കാണിച്ചു കൊടുത്തു. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. ഇവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, നാണിയമ്മൂമ്മ. അവരെനിക്ക് ഇവിടുന്ന് പാലും കാര്യങ്ങളൊക്കെ തരുന്നത് ഇവിടുന്ന് തന്നെയായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പാല് വാങ്ങാൻ വന്നെയാണോ? നാണിയമ്മൂമ്മ ഇവിടെ ഇല്ല കേട്ടോ, ഇന്ന് മോൻ്റെ വീട്ടുവരെ പോയതാണ്. അപ്പോൾ ഞാനാണ് ഇവിടെ നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അയ്യോ, അപ്പം പാലിൻ്റെ കാര്യങ്ങളൊക്കെയോ എന്ന് ഞാൻ അവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, പാലിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ എടുത്തു തരാം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ സമയത്താണെങ്കിൽ ഓടിട്ട ആ വീട്ടിലാണെങ്കിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു. പെട്ടെന്ന് അവർ അടുക്കളയിൽ കയറിയ ശേഷം ആ ഒരു പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾക്ക് എടുക്കാൻ അറിയെങ്കിൽ ഇന്ന് എടുത്തു തരുമോ? എനിക്ക് കറക്റ്റ് എൻ്റെ അളവും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. എത്രയാണ് നിങ്ങൾക്ക് സ്ഥിരം തരാറ് എന്ന് അവർ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, 2 തുടം പാലാണ് നാണിയമ്മ തരാറ്, പിന്നെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അരത്തോളം കൂടെ ഒഴിച്ച് തരാറുണ്ട് എന്ന് ഞാൻ അവരോട് പറയുന്ന സമയത്ത് അവർ പറഞ്ഞു, അയ്യോ, അതിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു കണക്കറിയില്ല കേട്ടോ, ഒന്ന് നിൽക്കോ, ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 2 തുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്ലാസ് പാലെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗ്ലാസ്സാണ് എന്ന് ഞാൻ അവരെ കാണിച്ചു കൊടുത്തു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനുള്ള പാലും കാര്യങ്ങളൊക്കെ ഞാൻ ആ പാത്രത്തിലാക്കി വെച്ചു. ശേഷം ഞാൻ അവരോട് പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയും കാര്യങ്ങളും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലായി. അയ്യോ, നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, എങ്ങനെ ഇപ്പം പോവുക എന്ന് അവർ തന്നെ എന്നോട് ചോദിച്ചു. ഞാൻ ആ വാതിലിൻ്റെ തൊട്ടരികിലായിട്ട് നിൽക്കുകയായിരുന്നു. അവരാണെന്നുണ്ടെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മഴ ഒരു ഇടിമിന്നലോടെ ഇങ്ങനെ പെയ്യുകയാണ്. പെട്ടെന്ന് ഞാൻ ആ നിമിഷം ശ്രദ്ധിച്ചു, അവർ ഒന്ന് കിടുങ്ങുന്ന പോലെ എനിക്ക് തോന്നി.
എന്താ പേടിച്ച പോലെയാണോ, മിന്നലെ പേടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. ആ സമയത്ത് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടേ എന്ന് അവരും തിരിച്ച് മറുപടി പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ തലയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് അവർ ശ്രദ്ധിച്ചു. അയ്യോ, തലയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടല്ലോ, എന്തേലും തോർത്തും കാര്യങ്ങളും എടുക്കട്ടെ എന്ന് അവരെന്നോട് ചോദിച്ചു. ആ സമയം തന്നെ ഞാൻ പറഞ്ഞു, അയ്യോ ഇപ്പൊ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവര് ഓടിപ്പോയി ഒരു തോർത്തെടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൈ തന്നു. ഇപ്പം വേണ്ട എന്ന് പറയുകയും ചെയ്യും, പിന്നെ നാളെ ഒരു സമയമാകുമ്പോൾ പനി പിടിച്ച് കിടക്കേണ്ടി വരും. ഒരു പനി പിടിച്ചതിന്റെ ഒരവസ്ഥ എനിക്ക് മാറി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറയാണ്, തല നന്നായിട്ട് തോർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർബന്ധ ബുദ്ധിയോടെ അവരാ തോർത്തെന്റെ കയ്യിൽ തന്നു. ആ സമയം ഞാനൊന്ന് തോർത്ത് വെച്ചൊന്ന് തൂത്തെടുത്തു. സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്, മുടി തലേന്ന് പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാറ്. ആ സമയം അവരെന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയല്ല ചെയ്യേണ്ടത്, നന്നായിട്ട് തോർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആള് എനിക്ക് നന്നായിട്ട് തോർത്തി തന്നു. തല ഒന്ന് നന്നായിട്ട് ഷെയ്ഡാക്കി തന്നു. ആ സമയം തന്നെ പറഞ്ഞു, ഓ കുഴപ്പമില്ല എന്ന് പറഞ്ഞ സമയത്താണെന്നെങ്കിൽ അവരെ ഒന്ന് ചിരിച്ചു. ഞാൻ ആ നിമിഷം അവരെ നോക്കി. അവരുടെ ആ ഒരു തലയിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അതെ, നിങ്ങൾക്കെന്താ പനിയൊന്നും ബാധകമല്ലേ? നിങ്ങളുടെ തലയും വെള്ളത്തും ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട് കേട്ടോ എന്ന് ഞാൻ അവരോട് പറയുന്ന സമയത്ത് അവർ ചിരിച്ചു. എനിക്കാണെങ്കിൽ കുഴപ്പമില്ല, ഒരു പനി വന്നത് അങ്ങനെ ഭേദമായി വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ കെട്ടിവെച്ചിരുന്ന മുടി പെട്ടെന്ന് അഴിച്ചിട്ടു. ആ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും വലിയ മുടിയോ? കാരണം അത്രയും ആ ഒരു കൈമുട്ട് വരെ ഇങ്ങനെ തഴച്ചു കിടക്കുകയാണ് ആ ഒരു മുടിയും കാര്യങ്ങളൊക്കെ. അത് കണ്ട സമയത്ത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു പോയി. ആ ടൈമിലാണെങ്കിൽ അവരും ഞാനും നനഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനുമാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ നനഞ്ഞു നിന്നാലും പനി പിടിക്കാൻ ചാൻസ് കൂടുതല എന്ന് ഞാൻ അവരോട് പറയുന്ന സമയത്ത്, ഓ എന്നാ പിന്നെ ഞാനൊന്ന് ഡ്രസ്സ് മാറി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നനഞ്ഞ ചുരിദാറുമായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ ടൈമിലാണെങ്കിൽ ഞാൻ ആ മഴ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഇടിയും മിന്നലും ഒക്കെ ചെറിയ രീതിയിലുണ്ട്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ ശേഷമാണെന്നുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ ടൈമിലാണെങ്കിൽ ഒരു മോഡേൺ നൈറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് പുള്ളിക്കാരി വന്നത്. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനത്തെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്യാറുണ്ടോ? ആ, അതിനെന്താ, ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് അല്ലേ എന്ന് അവർ മറുപടി തിരിച്ചു പറഞ്ഞു. ആ ടൈമിലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ പുറത്തെവിടെയോ ജനിച്ചു വളർന്നവരാണ് എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കുറെ സമയം മഴയും കാര്യങ്ങളൊക്കെ കണ്ട് ഞാനങ്ങനെ നിന്നു. അപ്പോൾ തന്നെയാണെങ്കിൽ മഴ ഒരു തുള്ളി മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഇപ്പോ മഴയൊന്ന് മുറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അവരോട് പറയുന്ന സമയത്ത്, അയ്യോ നിങ്ങൾ ഇപ്പോഴേ പോവല്ലേ കേട്ടോ, ഇവിടിപ്പം പോയി കഴിഞ്ഞാല് ഇവിടെ ആരുമില്ല. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൂടുതലൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഏകദേശം ഒരു 5 മണിയായിട്ട് പോയാൽ പോരെ. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒരാളില്ല എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഒരു പാലും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് കൊടുത്തിട്ട് തിരിച്ചു വരാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കില്ല, എൻ്റെ കാര്യം നടക്കില്ല, വീട്ടിലാണെങ്കിൽ തിരക്കി ആൾ വരും എന്ന് അവരോട് ഞാനത് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ആ ഒരു പാലും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ച് അവിടേക്ക് ചെന്നു. ആ സമയം മഴയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു അമ്മൂമ്മ വന്നു. അത് തൊട്ടടുത്ത വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ കയറി എടുത്തു കൊടുത്തു. അപ്പൊ തന്നെ അവരെന്നോട് ചോദിച്ചു, മോനെന്താ എവിടെ നിൽക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ അമ്മൂമ്മ ഇല്ലല്ലോ, നാണിയമ്മ, അതുകൊണ്ട് ഞാനാണ് പാലും കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്തു കൊടുക്കുന്നത് എന്ന് ആ ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു. അവരങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോഴായിരുന്നു ഇവര് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നത്. ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായിട്ട് ചോദിക്കാൻ തുടങ്ങി. നാണിയമ്മയുടെ ആരായിട്ട് വരും എന്ന് പറയുമ്പോൾ മോന്റെ ഭാര്യയാണ് എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞാണല്ലേ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് അവരെന്നെ പറഞ്ഞു, അതെ, പക്ഷേ ഇവിടെയൊന്നും ജനിച്ചതോ വളർന്നതോ ആണെന്ന് പറയില്ല കേട്ടോ. കാരണം നിങ്ങളുടെ ആ ഒരു ആദ്യം കണ്ട സമയത്ത് ഒരു ചുരിദാർ ഡ്രസ്സൊക്കെ ആയിരുന്നു കണ്ടത്, ഇപ്പോൾ അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ അവരോട് ചോദിച്ച സമയത്ത് അവരെന്നെ പറഞ്ഞു, ഞാൻ വളർന്നതൊക്കെ ഏകദേശം മുംബൈയിലായിരുന്നു, പിന്നെ ഇവിടെ ഒരു കല്യാണാലോചനയൊക്കെ വന്ന് അങ്ങനെ ഇങ്ങോട്ട് കെട്ടിപ്പോരുന്നതാ എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. മുംബൈയിലൊക്കെ ആയിരുന്നല്ലേ, ഞാൻ അവിടെ ഒന്നും കണ്ടിട്ട് പോലുമില്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു.
അവിടെ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ നല്ല ഗ്രാമ്യഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അടിപൊളിയാണ് എന്ന് അവരും തിരിച്ചെൻ്റെ അടുത്ത് പറഞ്ഞു. സമയം അപ്പോൾ 5:30 കഴിഞ്ഞിരുന്നു. എനിക്ക് പോകാനുള്ള സമയം ആയി വരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മഴയല്ല, നല്ല ഇടിയും വെട്ടി മഴ. ഈ ഒരു സമയത്ത് എന്തൊക്കെയായാലും പോകാൻ പറ്റില്ല. നല്ല മിന്നലും കാര്യങ്ങളുണ്ട്. പോകുന്നത് നല്ല ആ ഒരു കൃഷി പ്രദേശത്തിന്റെ ആ ഒരു നടുവിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും മിന്നലടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ആ ടൈമിൽ തന്നെ അവരും പറഞ്ഞു, ഈ സമയത്ത് പോകണ്ട കേട്ടോ, നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മഴയൊന്ന് തുള്ളി മുറിഞ്ഞിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നവർ പറയുന്ന സമയത്ത് ഞാനും അങ്ങനെ നിന്നു. അപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവരൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ആ സമയം അവര് ആ ഒരു ലാളിത്യത്തോടെ തന്നെ പറഞ്ഞു, ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാനുമായിട്ട് അത്ര ആ ഒരു യോജിപ്പും കാര്യങ്ങളല്ല. അപ്പം അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങളായിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അതെല്ലാ ജീവിതത്തിലും ഉള്ളതാണ്, എല്ലാ മനുഷ്യന്മാർക്കിടയിലും ഉണ്ടല്ലോ എന്ന് ഞാനും തിരിച്ചു പറഞ്ഞു. അങ്ങനെ കുറേ സമയം ഞങ്ങളിങ്ങനെ പുറത്തിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പനിച്ചു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ആ ഡ്രസ്സും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, ആ നനവും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത്രയും നേരം ഇങ്ങനെ നിന്നെന്തിനാണ്? വീട്ടിൽ പോയ സമയത്ത് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കൂടായിരുന്നു? പുതിയ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എടുത്തിട്ട് വന്നായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് മഴ നനഞ്ഞ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേറെ ഡ്രസ്സൊന്നും ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല, പിന്നെ ഇനി പോരുകയും ചെയ്തു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം അവർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ നാണിയമ്മയുടെ എന്തെങ്കിലും ഒരു ലുങ്കിയോ കാര്യങ്ങളോ എടുത്തുണ്ടെങ്കിൽ നോക്കിക്കൊണ്ട് വരാം, നിങ്ങൾ അതെന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുകയും ഇതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ അത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെ നിന്നു. അവരകത്ത് പോയതിനു ശേഷം ഒരു ലുങ്കി എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അത് നാണിയമ്മയുടെ ആ ഒരു ലുങ്കിയും കാര്യങ്ങളാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് തൊട്ടടുത്ത ഒരു റൂമുണ്ടായിരുന്നു, അവിടേക്ക് ചെന്നു. അവിടെ ചെന്നതിന് ശേഷം എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അവിടെ റിമൂവ് ചെയ്തിട്ടിട്ട് ലുങ്കി എടുത്തു കൊടുത്തതിന് ശേഷം പുറത്തേക്ക് വന്നു. ആ നാണിയമ്മയുടെ നൈറ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കളിയാക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. ആ സമയം അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 25 വയസ്സ്. 25-ലുള്ള എനിക്ക് ഏകദേശം 33 വയസ്സുണ്ട്, എന്നെ ചേച്ചിന്ന് വിളിച്ചോണം കേട്ടോ എന്ന് അവരെൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ആരെയും ചേച്ചിന്നൊന്നും വിളിക്കാറില്ല, പിന്നെ എല്ലാവരെയും ഒരു പ്രായക്കാരെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആ സമയം അവര് നോക്കി എന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ പേര്, എന്തെങ്ങനെ ചിരിക്കുന്നേ എന്ന് ഞാൻ അവരോട് ചോദിച്ച സമയത്ത് അവരെന്നെ പറഞ്ഞു, ഓ ചുമ്മാ ചിരിച്ചാണ് മാഷെ, ഇന്ന് ദേഷ്യപ്പെടാതെ എന്ന് അവരെൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പേര്? എൻ്റെ പേര് സന്ധ്യ. ഞാൻ മുംബൈയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ആ സമയത്തായിരുന്നു കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. പിന്നെ ഇവിടെ വന്ന് കൂടി. ഇപ്പോൾ നാണിയമ്മ എത്ര ദിവസം എടുക്കും വരാൻ? ഏകദേശം 3 ദിവസം എടുക്കും വരാനൊക്കെ എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഓ, അപ്പം 3 ദിവസം നിങ്ങൾ ഇവിടെ തന്നെയാണോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവരെന്നെ പറഞ്ഞു, അതെ, 3 ദിവസം ഇവിടെ ആയിരിക്കും, അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് വേണം കേട്ടോ എന്ന് അവരെൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു. ഇപ്പം ഏകദേശം പഠിച്ചാണതല്ലേ, എത്ര പേര് വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് എത്രയുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി. അയ്യോ ചതിക്കില്ലേ മാഷേ, നിങ്ങളിവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഏകദേശം ഞാൻ നിന്ന് പോയത്, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടേനെ എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനുള്ള സമയത്ത് അല്ലെങ്കിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എന്ന് അവർ മറുപടി പറഞ്ഞു. ഏതായാലും ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട, നന്നായിട്ട് തണുപ്പടിക്കുന്നുണ്ട്, നമുക്ക് അകത്തേക്ക് പോയിരിക്കാം. ശേഷം ഞാനും അവരും കൂടെ ഒരു റൂമിലേക്ക് കയറി. അവിടെയാണെന്നുണ്ടെങ്കിൽ നാണിയമ്മയുടെ മുറി. അവിടെ എല്ലാ തരത്തിലുള്ള തൈലവും മരുന്നും എല്ലാം ഉണ്ടായിരുന്നു. പൊട്ടൻ ചുക്കാതി പുന്തൽ, പിന്നെ മുറിവെണ്ണ, അങ്ങനെയുള്ള നാണിയമ്മയുടെ കഷായക്കൂട്ടുകളും പിന്നെ ആ ഒരു കുഴമ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയം അതിൻ്റെ ഗന്ധം അതിനുള്ളിലെല്ലാം പരക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഞാനും അവരും കൂടെ അവിടെ ആ ഒരു കട്ടിലിൽ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അധികം തണുപ്പും കാര്യങ്ങളും അടിക്കത്തില്ല. നാണിയമ്മയുടെ മുറിയ, അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. പുറത്ത് നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇച്ചിരി ചൂടായിരിക്കും. ഇനി പുറത്ത് നല്ല ചൂടാണെങ്കിലോ ഇവിടെ നല്ല തണുപ്പായിരിക്കും. അതാണ് ഈ ഒരു മുറിയുടെ പ്രത്യേകത.
എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു, എന്തൊക്കെയോ പ്രത്യേകത കൊണ്ട് ഈ ഒരു മുറിക്ക്. ഞാനും അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ശരി തന്നെ എന്തോ ഒരു ഫീൽ ഗുഡ് മൊമെന്റ്. ശരിക്കും ഞാനിങ്ങനെ ഒരിക്കലും നിന്നിട്ടില്ല. ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അപചാരിതമായിട്ട് തന്നെ ഒരു നാണിയമ്മയുടെ വീട്ടിനുള്ളിൽ കയറുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, സമയം ഇപ്പൊ എത്ര എന്നറിയാവോ എന്ന് അവരെന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, സമയം ഇപ്പം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് അവരെൻ്റെ അടുത്ത് മുഖത്ത് തന്നെ നോക്കി പറഞ്ഞു. ആ സമയം ഞാൻ പറഞ്ഞു, 7 മണി കഴിഞ്ഞല്ലേ, മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, എങ്ങനെയാ പോവാ, കുടയും കാര്യങ്ങളും എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്നവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇവിടെ കുടയും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോളൂ എന്ന് അവരെൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിലാണെങ്കിൽ അങ്ങനെ അന്വേഷിച്ചാലും വരില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് ശരിയാവോന്നറിയില്ല എന്ന് ഞാൻ അവരോട് ഓപ്പണായിട്ട് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കമ്പനിയാവും, പിന്നെ ഈ ഒരു വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു പേടി പോലെ, ധൈര്യം എന്തെങ്കിലും വേണമല്ലോ, നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് അവരെൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് നിങ്ങൾക്കറിയോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നല്ലൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പുറത്തൊക്കെ വളർന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങളുടെ ഈ ഗ്രാമത്തിലെ ചില ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങളല്ലേ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൈൻഡിൽ പോലും ഇല്ല എന്ന് ഓപ്പണായിട്ട് തന്നെ അവർ പറഞ്ഞു. അവരുടെ ആ സംസാരശേഷിയും പിന്നെ ആ ഒരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പെട്ടെന്ന് തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, കാരണം മറ്റൊന്നും ആയിരുന്നില്ല, നിങ്ങൾ ഈ പുഞ്ചിരിച്ച് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ചുണ്ടും പല്ലും അതെല്ലാം പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും. ചില സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു റൊമാൻറ്റിക് സീനൊക്കെ, അങ്ങനെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ എന്ന് ഞാൻ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് പറയുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശരിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മനോഹരമാണെന്ന്. എനിക്കാണെങ്കിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇടുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. എപ്പോഴാണെങ്കിലും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ചിലപ്പോൾ അതുകൊണ്ട് തനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് ഒരു നിമിഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനും ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു ബെഡിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുകയാണ്. കാരണം വേറെ സ്ഥലങ്ങളോ ഒന്നുമില്ലായിരിക്കാൻ. അവിടെ ഒരു ടീപ്പോയോ കസേരയോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അത്. നാണയമ്മയുടെ വീട് വല്ലാത്തൊരു ഹൊറായിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. ഞാനും അവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, അതെ, കറണ്ട് പോയിട്ടുണ്ട്, മെഴുകുതിരി എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ആ അടുക്കളയുടെ ആ വശത്താണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ അങ്ങോട്ട് നടന്നു. അപ്പോൾ തന്നെ ആ ഒരു മെഴുകുതിരി തപ്പാനായിട്ട് ഞാൻ അവിടെ എല്ലാം നോക്കുന്ന സമയത്ത് അവരും എൻ്റെ അടുത്തുണ്ടായിരുന്നു. പെട്ടെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഞാനൊന്ന് തിരിഞ്ഞു. പെട്ടെന്ന് മുട്ടിയത് അവരെയാണ്. അയ്യോ, സോറി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ഒരു മെഴുകുതിരിയും കാര്യങ്ങളും അങ്ങനെ തപ്പിത്തണഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ടുവന്നു. മെഴുകുതിരി എടുത്തുകൊണ്ടുവന്ന് നേരെ ആ ഒരു മുറിയിൽ കയറിയ ശേഷം ഞങ്ങൾ ആ മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഒരു ചെറിയ മെഴുകുതിരിയുടെ ഒട്ടും വട്ടത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്. ആ ടൈമിലാണെങ്കിൽ ഞാൻ ലുങ്കിയായിരുന്നു വേഷം, അവരാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളും അതുമൊക്കെ. അതുകൊണ്ടാണെങ്കിൽ തന്നെ പുറത്ത് നല്ല മഴയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അകത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എൻ്റെ കാല് തറയിൽ തൊടാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പും കാര്യങ്ങളും താഴെ ഉണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ഫീലല്ലേ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടിപ്പതിച്ച് കിടന്നാൽ മതിയായിരുന്നു. പെട്ടെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നുള്ളൂ കേട്ടോ, കുഴപ്പമില്ല, മഴയൊക്കെ മാറിയതിനു ശേഷം പോയാൽ മതി. അപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു, മഴ മാറിയതിനു ശേഷം പോണോ, നിങ്ങൾക്ക് ഒരു കമ്പനിയൊക്കെ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാനാണോ എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് അവർ ചിരിച്ചു. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോളന്ന്, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും കാര്യങ്ങളും ഇല്ലേ, പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ചൊന്ന് എനിക്കിട്ട് പണിയും തരരുത് കേട്ടോ എന്ന് മാത്രം അവർ പറഞ്ഞു. അയ്യോ, ഞാൻ വീട്ടിലെ ഒരു പാഴ്ജന്യമാണ്, എന്നെ തിരക്കി വരാനോ അന്വേഷിച്ചു വരാനോ ഒന്നും ആരുമില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ അമ്മ ചിലപ്പം തിരക്കുമായിരിക്കും, പിന്നെ ഞാൻ ചിലപ്പോൾ
ക്ലബിലോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ പോവാറുണ്ട്. അതുകൊണ്ടായതുകൊണ്ട് അവരങ്ങനെ വിചാരിച്ചോളൂ, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ താനിന്ന് പോകണ്ടോ, എനിക്കൊരു നല്ല കമ്പനിയാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വല്ലാത്തൊരു ഇതൊക്കെ ആയിരുന്നു. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ആദ്യത്തെ ഒരു സമയത്തായിരുന്നു ഇങ്ങനെ പെട്ടെന്നൊരു സൗഹൃദവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഞാൻ അവരുടെ അടുത്ത് കൂടുതൽ കൂടുതൽ സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. അത് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് വർദ്ധിപ്പിച്ചു. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആ സമയം കിട്ടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയൊരു പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും വരാം, നല്ലൊരു സ്റ്റോറിയുമായിട്ട്. ഇത് ഇച്ചിരി വേഗത്തിലായിപ്പോയി, അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സ്ലോ ആയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ അവതരണം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പോരായ്മ ഉണ്ടെങ്കിൽ പറയണം. അതുവരെയും ബൈ ബൈ, കാണാം.